എല്ലാവർക്കും ലൈഫ് വ്ലോഗ് ജപ്പാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ സക്കുറ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും സക്കുറയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിലേക്കാട്ടോ ഞങ്ങൾ വന്നേക്കണേ. ഇപ്പോൾ ജപ്പാൻ്റെ എവിടെ നോക്കിയാലും ഏത് വഴിയിൽ നോക്കിയാലും ഫുൾ പൂക്കളായിരിക്കും. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഈ പൂക്കളുണ്ട്, നമ്മുടെ നാട്ടിലെ റോസാപ്പൂ പോലെയുണ്ട്. പക്ഷെ റോസാപ്പൂവിൻ്റെ പോലെ മുള്ളൊന്നുമില്ല ഈ ചെടിക്ക്. ഈ പാർക്കിലേക്ക് എൻട്രി ഫീ ഒന്നുമില്ല. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ വേണ്ട ഈ ബാരിയേഴ്സിൽ ഇങ്ങനെ ഈ ഒരു ഡോള് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് ഈ സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ പൂക്കളൊക്കെ ഫുള്ളായിട്ട് വിടർന്ന് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ ജപ്പാനിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയാണ്, ഇവിടെ അടുത്തടുത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുണ്ടായിരിക്കും. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു ഗ്രാസ് സ്ലൈഡാണ്. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പ്രത്യേക ഫീ ഒന്നും വേണ്ട. നമ്മൾ കുറച്ചു നേരം ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ കയറാൻ പറ്റും. ഫ്രീ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ജിതിനും ഈദനും കൂടി പോയേക്കാണ്. ഈദന് ഇതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ജിതിനും കൂടി ഇരുന്നിട്ട് പോരാണ്. ഇത് കണ്ടപ്പോൾ എനിക്കും കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കയറിയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലച്ചുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുട്ടിയുടെ കൂടെ ഞാനും അതിൽ കയറി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളുടെ ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് പോകുന്ന വഴിയിലൊക്കെ ഒരു ജൈൻറ്റ് വീൽ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ആ ജൈൻറ്റ് വീൽ തപ്പിയാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തിയത്. അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് ഈ ജൈൻറ്റ് വീലിലേക്കാണ്. ജൈൻറ്റ് വീൽ കാണുമ്പോൾ ആക്ച്വലി എനിക്ക് ചെറിയൊരു പേടിയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തൃശ്ശൂർ പൂരത്തിന് ഒരു ജൈൻറ്റ് വീലിൽ കയറണം എന്ന് പറഞ്ഞ് പോയിട്ട് പേടിച്ചിട്ടാണ് പിന്നെ ഇറങ്ങിപ്പോകുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ജൈൻറ്റ് വീൽ എന്ന് പറയുന്നത് വളരെ പതുക്കെ പോകുന്ന ഒരു ജൈൻറ്റ് വീലായിരുന്നു. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് പോയത് ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നതായിരുന്നു. പക്ഷെ ആ എക്സ്പെക്റ്റേഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ ജൈൻറ്റ് വീല് വളരെ പതുക്കെ പോകുന്നതാണ്. കുട്ടികളൊക്കെ കയറ്റി പോകാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ വളരെ പതുക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ഇതിൽ കയറാൻ ഫീ ഉണ്ട്. പെർ ഹെഡ് 100 yen ആണ് വേണ്ടത്. ഇതിന് പിന്നെ 2 വയസ്സിന് താഴെ ആയതുകൊണ്ട് ഫ്രീ ആണ്. ഇതിലിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും കേട്ടോ.
പിന്നെ കണ്ട റൈഡാണ് ഈ സൈക്കിൾ മോണോറെയിൽ. ഇത് പക്ഷേ ഇരുത്തി ചവിട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞങ്ങളിതിൽ കയറിയില്ല. ഇവിടെ ഒരുപാട് പേര് ടെൻറ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷന്റെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതിൽ കയറാനും ഫീ ഉണ്ട്. പെർ ഹെഡ് 100 yen ആണ് വേണ്ടത്. ഒരു ലേഡിയാണ് ഇത് ഓടിക്കുന്നത്. എന്തോ ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തി. ജാപ്പനീസിലാണ്, എനിക്ക് മനസ്സിലായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പാർക്കിലേക്ക് ലച്ചുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയ്തനും ലച്ചുട്ടിയുടെ കൂടെ ട്രെയിനിൽ കയറി. അടുത്തത് നമ്മൾ വന്നത് ഈ പിള്ളേരൊക്കെ തുള്ളിച്ചാടി കളിക്കണ ഈ സ്ഥലത്തേക്കാട്ടാ. ഇതിൻ്റെ പേര് ഫ്ലഫി ഡോം എന്നാണ്. പക്ഷെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനെന്നാലും വെറുതെ ഒന്ന് കൊണ്ട് ഇവിടെ വന്ന് നിർത്തി നോക്കി.
അത്യാവശ്യം റൈഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തിലും കയറിയില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.